നോക്കൂ, ഒരു യുദ്ധം 3 ആഴ്ച പിന്നിടുമ്പോൾ അതും ഇതുവരെയും എന്നിട്ട് ഒരു ഉപരോധങ്ങളും വന്നിട്ടില്ല, ശക്തമായ നിയന്ത്രണങ്ങൾ വന്നിട്ടില്ല. ചരക്ക് സേവനങ്ങൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ തരത്തിലുള്ള കുറവുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. എന്നിട്ട് പോലും നമ്മുടെ അടുക്കളയെ ബാധിക്കുന്നു, നമ്മുടെ ഇന്ധനങ്ങളെ ബാധിച്ചില്ലേ? നമുക്ക് ഗ്യാസ് കിട്ടാനില്ല. കച്ചവടക്കാർ എത്ര കച്ചവടക്കാരാണ്. നമ്മൾ സ്വാഭാവികമായി ന്യായീകരിക്കാം നമ്മുടെ നിസ്സഹായത. നമ്മുടെ രാജ്യം എത്രത്തോളം ദരിദ്രമാണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ വിഭവശേഷിയിൽ നമ്മൾ എത്ര പിന്നോക്കം നിൽക്കുന്നു ആലോചിക്കണം. നോക്കൂ, ഒന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല, ഒന്നും കൊടുമ്പരി കൊണ്ടിട്ടില്ല. ഇതെല്ലാം ഒരു തുടക്കമാണ്, ആരംഭത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ അടുക്കളയെ ബാധിച്ചിരിക്കുന്നു. ഗ്യാസ് കിട്ടാനില്ല. ഗ്യാസ് കിട്ടാത്തത് കൊണ്ട് ഗാർഹിക ഉപഭോക്താക്കൾക്ക് വരെ സാധനം കൃത്യമായി കിട്ടുന്നില്ല, കച്ചവടക്കാർക്ക് തീരെ കിട്ടുന്നില്ല. ആ സാഹചര്യം ഉണ്ടായപ്പോ ഇവിടെ ഏറ്റവും വലിയ കച്ചവട മേഖലയാണ് ഹോട്ടല്. ഏറ്റവും വലിയ എവിടെ നോക്കിയാലും ഹോട്ടലാണ്. 140 കോടി ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ആ വലിയ കസ്റ്റമറുണ്ട്. ഉപഭോക്താക്കൾ നോക്കിയിട്ട് ജീവിക്കാൻ മാർഗമില്ലാതെ 33% ചെറുപ്പക്കാർ ജോലിയില്ലാതെ തെണ്ടിത്തിരിയുന്ന ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി പലരും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഹോട്ടൽ മേഖലയാണ്. അവിടെ ജോലി എടുക്കാൻ വേണ്ടി, അവിടെ ചായ അടിക്കാൻ വേണ്ടി, അവിടെ ദോശ ചുടാൻ വേണ്ടി, പൊറോട്ട അടിക്കാൻ വേണ്ടി അങ്ങനെ ജോലി എടുക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ കേരളത്തിൽ മാത്രമുണ്ട്. ഈ രാജ്യം മുഴുവനുമായിട്ട് ഹോട്ടൽ മേഖലയിൽ പണിയെടുക്കുന്ന എത്ര മനുഷ്യരുണ്ട്, അതുകൊണ്ട് ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ട്. അവരെല്ലാവരും പട്ടിണിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ട് ദിവസങ്ങളായില്ലേ. വലിയൊരു പട്ടിണിയിലേക്ക്, വലിയൊരു പ്രതിസന്ധിയിലേക്ക് അവർ കടന്നു പോകുന്നുണ്ട്. അതോടെ നമ്മുടെ വീടുകളെ ബാധിച്ചില്ലേ? പെട്രോളിന്റെ വില കൂടിയില്ലേ? പെട്രോളിന് വില കൂടുമ്പോൾ പെട്രോളിന് മാത്രമാണ് വില കൂടുക? അല്ലല്ലോ മനുഷ്യരെ, എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കൂടില്ലേ? നമ്മൾ മാക്കുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കൂടുമ്പോൾ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും? നമ്മളെ ആവശ്യം പോലെ വരുമാനമുണ്ട്, പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് അതിജീവിക്കാനുള്ള സോഴ്സ് ഉണ്ട് എങ്കിൽ ഓക്കെ, അങ്ങനെയുണ്ടോ നമുക്ക്? ഒരു വീട്ടിൽ നിന്ന് 4 പേര് 4 ദിശയിലേക്ക് പണിക്ക് പോയിട്ട് 4 ഭാഗത്തു നിന്നും കിട്ടുന്നത് കൊണ്ട് വീട്ടിൽ വന്നാലും കടം ബാക്കിയാകുന്ന അവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനെ വിലക്കയറ്റമുണ്ടായാൽ, ഉള്ളവരുടെ ജോലി പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ എവിടെ പിടിച്ചു നിൽക്കും? നോക്ക്, നമ്മളെ ബാധിച്ച ഈ പ്രശ്നത്തിന്റെ തുടക്കം പോലും ഇത്രയും തീവ്രമായ ഒരു അവസ്ഥ നമുക്ക് സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ ഗൾഫ് മേഖലയുടെ പതനം നമ്മളെ എത്ര കണ്ട് ബാധിക്കുമെന്ന് നോക്കണം.